യോനാവ് 1. അമിത്തായുടെ മകനായ യോനയ്ക്കു യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ടു മഹാനഗരമായ നീനെവേയിലേക്ക് ചെന്നു അതിനു വിരോധമായി പ്രസംഗിക്ക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോനാ യഹോവയുടെ സന്നിധിയിൽ നിന്നു തർശീശിലേക്കു ഓടിപ്പോകേണ്ടതെന്നു പുറപ്പെട്ടു യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്കു പോകുന്ന ഒരു കപ്പൽ കണ്ടു കൂലി കൊടുത്തു യഹോവയുടെ സന്നിധിയിൽ നിന്നു അവരോടുകൂടെ തർശീശിലേക്കു പോയിക്കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റു അടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിനു ഭാരം കുറയ്ക്കേണ്ടതിനു അവർ അതിലെ ചരക്കു സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്നു നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്നു അവനോടു, നീ ഉറങ്ങുന്നതു എന്തു? എഴുന്നേറ്റു നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിനു ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്നു പറഞ്ഞു. അനന്തരം അവർ, വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിനു നാം ചീട്ടിടുക എന്നു തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ടു യോനയ്ക്കു വീണു. അവർ അവനോടു, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്നു നീ പറഞ്ഞുതരേണം. നിന്റെ തൊഴിൽ എന്തു? നീ എവിടെ നിന്നു വരുന്നു? നിന്റെ നാടു ഏതു? നീ ഏതു ജാതിക്കാരൻ? എന്നു ചോദിച്ചു. അതിന്നു അവൻ അവരോടു, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചുവരുന്നു എന്നു പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു അവനോടു, നീ എന്തിന്നു അങ്ങനെ ചെയ്തു എന്നു പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നതുകൊണ്ടു അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്നു ഓടിപ്പോകുന്നു എന്നു അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ടു അവർ അവനോടു, സമുദ്രം അടങ്ങുവാന്തക്കവണ്ണം ഞങ്ങൾ നിന്നോടു എന്തു ചെയ്യേണ്ടു എന്നു ചോദിച്ചു. അവൻ അവരോടു, എന്നെ എടുത്തു സമുദ്രത്തിൽ ഇട്ടുകളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്കു തട്ടിയിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു എന്നു പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്കു അടുക്കേണ്ടതെന്നു മുറുകെ തണ്ടുവലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നുകൊണ്ടു അവർക്കു സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷരക്തം ചൊരിയിച്ചു കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്കു ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്നു പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്തു സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു യഹോവയ്ക്കു യാഗം കഴിച്ചു നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതെന്നു യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോനാവ് 2. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചു തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നു അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയായി. നിന്റെ ദൃഷ്ടിയിൽ നിന്നു എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധമന്ദിരത്തിങ്കലേക്ക് നയാക്കിക്കൊണ്ടിരിക്കും എന്നു ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനയാളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടപ്പുല്ലു എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളെയാളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കു അടിച്ചിരുന്നു. നീയാ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്നു കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചുപോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധമന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളെയാട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനയാ സ്തയാത്രനാദത്തെയാടെ നിനക്കു യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നതു ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്നു വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തെയാട് കൽപ്പിച്ചിട്ടു അതു യാനയെ കരയ്ക്കു ഛർദ്ദിച്ചു കളഞ്ഞു. യോനാവ് 3. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യാനയ്ക്കു ഉണ്ടായതു എന്തെന്നാൽ, നീ പുറപ്പെട്ടു മഹാനഗരമായ നീനെവേയിലേക്ക് ചെന്നു, ഞാൻ നിന്നെയാട് അരുളിച്ചെയ്യുന്ന പ്രസംഗം അതിനെയാട് പ്രസംഗിക്ക. അങ്ങനെ യാന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പനപ്രകാരം നീനെവേയിലേക്ക് ചെന്നു. എന്നാൽ നീനെവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യാന നഗരത്തിൽ കടന്നു ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നീനെവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നീനെവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപയാലെ രട്ടുടുത്തു.
വർത്തമാനം നീനെവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്നു എഴുന്നേറ്റു രാജവസ്ത്രം നീക്കിവെച്ചു രട്ടുപുതിച്ചു വെണ്ണീരിൽ ഇരുന്നു. അവൻ നീനെവേയിൽ എങ്ങും ഖേയാശിപ്പിച്ചു പരസ്യമാക്കിയതു എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിതു, മനുഷ്യനെയാ മൃഗമെയാ കന്നുകാലിയെയാ ആടയാ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുതു, മേയ്ക്കയും വെള്ളം കുടിക്കയും അരുതു. മനുഷ്യനും മൃഗവും രട്ടുപുതച്ചു ഉച്ചത്തിൽ ദൈവത്തെയാട് വിളിച്ചു അപേക്ഷിക്കേണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ടു മനംതിരികയും വേണം. ദൈവം വീണ്ടും അനുതപിച്ചു നാം നശിച്ചുപോയാകാതെയിരിക്കേണ്ടതെന്നു അവന്റെ ഉഗ്രകയാപം വിട്ടുമാറുമായിരിക്കും, ആർക്കറിയാം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്നു ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പയാൽ താൻ അവർക്കു വരുത്തും എന്നു അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ചു ദൈവം അനുതപിച്ചു, അതു വരുത്തിയതുമില്ല. യോനാവ് 4. യാനെക്കു ഇതു അത്യന്തം അനിഷ്ടമായി, അവന്നു ക്യാപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യാ യഹോവേ, ഞാൻ എന്റെ ദേശത്തു ആയിരുന്നപ്പയാൾ ഞാൻ പറഞ്ഞ വാക്കു ഇതുതന്നെ അല്ലേയാ. അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബദ്ധപ്പെട്ടു ഓടിപ്പോയതു. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ചു അനുതപിക്കുന്നവൻ എന്നു ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളേണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതു എനിക്ക് നന്നു എന്നു പറഞ്ഞു. നീ ഖേയാപിക്കുന്നതു വിഹിതമയാ എന്നു യഹോവ ഛേദിച്ചു. അനന്തരം യാന നഗരം വിട്ടുചെന്നു നഗരത്തിന്റെ കിഴക്കേവശത്തു ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിനു എന്തു ഭവിക്കും എന്നു കാണുവയാളം അതിൻ കീഴെ തണൽ പാർത്തു. യാനയെ അവന്റെ സങ്കടത്തിൽ നിന്നു വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതെന്നു യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അതു അവന്നു മീതെ വളർന്നു പൊങ്ങി. യാന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റെന്നാൾ പുലർന്നപ്പയാൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അതു ആവണക്ക് കുത്തിക്കളഞ്ഞു, അതു വാടിപ്പയായി. സൂര്യൻ ഉദിച്ചപ്പയാൾ ദൈവം അത്യഷ്ണമുള്ളയാറ് കിഴക്കൻ കാറ്റു കൽപ്പിച്ചു വരുത്തി. വെയിൽ യാനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാം എന്നു ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതു എനിക്ക് നന്നു എന്നു പറഞ്ഞു. ദൈവം യാനയാടു, നീ ആവണക്കു നിമിത്തം ഖേയാപിക്കുന്നതു വിഹിതമയാ എന്നു ഛേദിച്ചതെന്നു അവൻ, ഞാൻ മരണപര്യന്തം ഖേയാപിക്കുന്നതു വിഹിതം തന്നെ എന്നു പറഞ്ഞു. അതിന്നു യഹോവ, നീ അധ്വാനിക്കയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായിവരികയും ഒരു രാത്രിയിൽ നശിച്ചുപോയാകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ചു നിനക്കു അയ്യാഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു 1,10,000 ചിൽവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നീനെവേയാടു എനിക്ക് അയ്യാഭാവം തോന്നരുതയാ എന്നു ഛേദിച്ചു.